സസ്പെൻഷന് പിന്നാലെയും സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോക് തനിക്കെതിരെ നടപടിയെടുത്തത് ഏപ്രിൽ 9 ജനം പുറത്താക്കിയ സർക്കാരെന്നും ഏറ്റുമുട്ടി പരാജയപ്പെട്ടപ്പോഴാണ് സർക്കാരിന്റെ പ്രതികാരമെന്നും ബി അശോക് തുറന്നടിച്ചു. തുടർഭരണത്തിനെതിരായ കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാമിന്റെ നേതൃത്വത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും കിഫ്ബി ഫണ്ട് PR-നായി ഉപയോഗിച്ചെന്നും ബി അശോക് ആരോപിച്ചു. KM എബ്രഹാം മന്ത്രി പദവി കൂടി അസ്യൂം ചെയ്തതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിലെ രണ്ടാമനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിനെ മറികടന്ന് നിരവധി അവസരങ്ങളിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്കും മറ്റ് മന്ത്രിമാർക്കും വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5000-6000 കോടി ഒരു വർഷം വായ്പയായിട്ടും ഗ്രാൻഡായിട്ടും കിഫ്ബിക്ക് ലഭ്യമാവുന്നു. ഏകദേശം 40,000 കോടി രൂപയോളം ഏതൊരു വകുപ്പിനേക്കാളും വലുതാണ് കിഫ്ബിയുടെ ധനവിനിയോഗം. അപ്പോൾ ഇത് കയ്യിൽ വരികയും കിഫ്ബി സർക്കാരിനേക്കാൾ ശക്തമായ ഒരു സ്ഥാപനമാണെന്ന് വരികയും ചെയ്തതോടുകൂടി എങ്ങനെയത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ സർക്കാരിലെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം വളർന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.